മനുഷ്യജീവന്റെ പ്രാധാന്യം എന്തെന്ന് അർത്ഥമാക്കുന്ന ഏറെ മഹാത്മ്യവും മനോഹരവും അനുഗ്രഹവുമായ ശ്രീ യേശുനാഥന്റെ സത്യസുവിശേഷവുമായി ഈ കാട്ടൂരിന്റെ പെരുമാറിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. കാലചക്രം മുൻപോട്ട് ഗമിക്കുന്ന ഈ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരുടെയും തത്വചിന്തകന്മാരുടെയും അറിവിന്റെ അർത്ഥവർത്ഥായ നിരവധി പുസ്തകത്താളിലൂടെ ഈ കാലചരിത്രങ്ങളെ കുറിച്ച് ഏറെ അറിവുള്ളവരും പിന്നിട്ടതാകുന്ന നിങ്ങളുടെ വഴിയാത്രകളിൽ അനവധി പ്രഭാഷണങ്ങൾക്ക് കാതോർക്കുവാൻ ഭാഗ്യം ലഭിച്ചവരുമായ മാന്യ സഹോദരങ്ങളെയാണ് ഞങ്ങളിവിടെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്റെ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുൻപായി തന്നെ ഞങ്ങളുടെ സന്ദേശത്തിന്റെ ഏറെ മാഹാത്മ്യവും മനോഹരവും അനുഗ്രഹവുമായ പ്രമേയ വിഷയം നിങ്ങളുടെ മുൻപാകെ ഓർമ്മപ്പെടുത്തി അതിനെ ചില വിശദീകരണങ്ങൾ നൽകി ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ ഉപസംഹാരം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈയൊരുറ്റ സാമൂഹിക രാഷ്ട്രീയ പ്രഭാഷണങ്ങൾക്ക് കാതോർക്കുവാൻ ഭാഗ്യം ലഭിച്ച പ്രിയ ദേശനിവാസികളോട് ഇതുവരെ പ്രഭാഷണങ്ങളിൽ നിന്നും വളരെ അനുഗ്രഹവും വളരെ അർത്ഥവത്തുമാണ് ഞങ്ങളുടെ സന്ദേശം എന്നുള്ളത്. ഈ ലോക ജീവിതം ആനന്ദപൂർണമാക്കുവാൻ നാം തിരക്കിട്ട വഴികൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ മുൻപിട്ടതാകുന്ന ചുവടുകളെ നാം ഒന്ന് തിരികെ പരിശോധിക്കുമ്പോൾ അതത്ര അനുഗ്രഹം നിറയപ്പെട്ടതല്ല. മനുഷ്യന്റെ രക്തം പോലും മരവിപ്പിക്കുന്ന നിലവാരമുള്ള കാഴ്ചകൾ, മനുഷ്യന്റെ ഹൃദയം വേദനിക്കുന്ന തരത്തിലുള്ള നിലവാരങ്ങൾ ഈ കാലയളവിൽ കാണുവാൻ കഴിയുന്നു എന്നതൊരു വളരെ യാഥാർത്ഥ്യമായ സത്യമാണ്. മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ നിന്നും സമാധാനം പാടെ ഒലിച്ചു പോകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നാം ചെന്നെത്തി എന്നുള്ളതാണ്. സമാധാനം കണ്ടെത്തുവാൻ കഴിയാതെ വണ്ണം സമാധാനത്തിന് വേണ്ടി അലയുന്ന മനുഷ്യകോലത്തെ നമ്മുടെ പിറകിൽ നമുക്ക് കാണുവാൻ കഴിയുമെന്നത് ഒരു യാഥാർത്ഥ്യ സത്യമാണ്. മദ്യം, മയക്കുമരുന്ന്, MDMA പോലുള്ള മാരക വസ്തുക്കൾ 6 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീ പുരുഷ ഭേദമില്ലാതെ സഹോദരങ്ങൾ അടിമപ്പെട്ട് ഒരു മൃഗീയമായ പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യ സത്യം തന്നെയാണ്. മനുഷ്യനെ പോലും നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം ചെന്നെത്തി നിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യ സത്യമാണ്. മനുഷ്യന്റെ മുൻപാകെ ഈ മാനവജനത്തെ മാറ്റിമറിക്കുവാൻ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു നല്ല അനുഗ്രഹത്തിന്റെ വഴികളെ മനുഷ്യന് തെളിയിച്ചു കൊടുക്കുവാൻ വേണ്ടി ഈ കാലത്തിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ ഒരു തങ്കവിളക്ക് പോലെ ശോഭിച്ച ഈർട്ടതാകുന്ന ചരിത്ര പുരുഷന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തത്വചിന്തകന്മാരുടെ, പണ്ഡിതന്മാരുടെ, കവിവരന്മാരുടെ അറിവിൻ്റെതാകുന്ന പുസ്തകത്താളുകളിലും നവോത്ഥാന ആശയങ്ങൾ കൊണ്ടും മനുഷ്യനെ മാറ്റുവാൻ കഴിയാത്ത ഒരു കാലഘട്ടങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ ബോധവൽക്കരണ സന്ദേശങ്ങൾ കൊണ്ട് മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്നില്ല. അവയൊക്കെ ഈ കാലയളവിൽ മനുഷ്യന്റെ മുൻപാകെ പരാജയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമ്പ്രദായത്തിൽ മാനവജനത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് അതിവൃക്ഷങ്ങളുടെയും മുന്തിരിവള്ളികളുടെയും അമരഭൂമി എന്നറിയപ്പെടുന്ന പാലസ്തീനിൽ ഉറവെടുത്ത ശ്രീ യേശുനാഥന്റെ അനുഗ്രഹീത സുവിശേഷം എന്ന് മാത്രമാണ്. ഈ അനുഗ്രഹീത സുവിശേഷത്തിന്റെ വക്താക്കളായിട്ടാണ് ഈ ദേശത്തെയും ഞങ്ങൾ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഭാരതത്തിന്റെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയുടെ സൗന്ദര്യവശകം പോലെ സാഗിന്റെ മടിത്തട്ടിൽ വിശ്രമം കൊള്ളുന്ന അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് നാം പാർക്കുന്ന നമ്മുടെ ഹരിത കേരളം എന്നുള്ളത്. കേരളത്തെ പറ്റിയുള്ളതാകുന്ന മനോഹര കാഴ്ചകളെ ഒന്നൊന്നായി നമുക്ക് വിശദീകരിക്കേണ്ടതും നമ്മുടെ ഹൃദയങ്ങളിലേറെ ഊർജം തരുന്നതും ഒന്നാണ്. അക്കമിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിശദീകരിക്കുവാനുണ്ട്. കേരളത്തെ കുറിച്ചുള്ളതാകുന്ന മനോഹരമായ കാഴ്ചകൾ കവിവരന്മാർ ഇങ്ങനെ കുറിപ്പാനിടയായി തീർന്നു. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപുരിതമാകട്ടെ അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചുടുചോര നരമ്പുകളിൽ. ഒത്തിരി ആവേശം തരുന്ന, ഒത്തിരി ഊർജം തരുന്ന, ഈരുറ്റതാകുന്ന സന്ദേശങ്ങൾ നമ്മുടെ കേരളത്തെ പറ്റി നമുക്ക് പറയുവാനുണ്ട്. നമുക്ക് അഭിമാനത്തോടു കൂടിയുള്ള ഒത്തിരി വാചകങ്ങൾ നമ്മുടെ കേരളത്തെ കുറിച്ച് നമുക്ക് പറയുവാനുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യ സത്യമാണെന്നിരുന്നാലും കിഴക്കൻ ചക്രവാളത്തിൽ ഉദയസൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ നടുമുറ്റത്ത് വന്ന് വീഴുന്ന പത്രത്തിന്റെ ഒരേ താളുകളും നാം ഒന്ന് കുടഞ്ഞിട്ട് പരിശോധിക്കുമ്പോൾ അതിൽ കൂടി ലഭിക്കുന്ന വാർത്തകൾ ഹൃദയത്തിന് ആനന്ദം തരുന്നതല്ല, നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതല്ല. മനുഷ്യന്റെ രക്തം പോലും മരവിപ്പിക്കുന്ന നിലവാരമുള്ള വാർത്തകൾ ദിനംപ്രതി കേരളം കാണുന്നു എന്നതൊരു യാഥാർത്ഥ്യമായ സത്യം തന്നെയാണ്. മാതാപിതാക്കളെ തിരിച്ചറിയുവാൻ കഴിയാത്ത തലമുറകൾ, ആരെയും ഭയമില്ലാത്തതാകുന്ന തലമുറകൾ വാഴുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം ചെന്നെത്തി എന്നതാണ് യാഥാർത്ഥ്യമായ ഒരു സത്യം എന്നുള്ളത്. മാതാപിതാക്കളെ ഭയമില്ല,
ഈ കാലഘട്ടത്തിലുള്ളതാകുന്ന നിയമങ്ങളെ ഭയമില്ല, വിദ്യാലയങ്ങളെ അധ്യാപകരെ ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു തലമുറകൾ ഈ കാലയളവിൽ വാഴുന്നു എന്നതൊരു യാഥാർത്ഥ്യ സത്യം തന്നെയാണ്. പണ്ടൊക്കെ കാലങ്ങളിൽ വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൂരൽ മടിയായി നിൽക്കുന്ന അധ്യാപകനെ കണ്ട് ഭയപ്പെട്ട തലമുറകൾ നമ്മുടെ പിൻപിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ അധ്യാപകരെ കാണുമ്പോൾ തികച്ചും തലമുറകളെ കണ്ടുകൊണ്ട് ഭയപ്പെട്ടു നിൽക്കുന്ന അധ്യാപകരെ കാണുവാൻ നമുക്ക് ഈ നാളുകളിൽ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പേരയുമായി വിദ്യാലയത്തിൽ പോകേണ്ടവൻ ഇടുപ്പിൽ പേന കത്തിയുമായി സ്കൂളിൽ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം ചെന്നെത്തി. ആരെയും പേടിയില്ലാത്ത, ആരെയും ഭയമില്ലാത്ത ഒരു തലമുറകൾ ഈ കാലയളവിൽ മാതാവിനെ, പിതാവിനെ, സഹോദരങ്ങളെ, നിയമപാലകന്മാരെ ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോഴത്തെ ഉള്ളതാകുന്ന തലമുറകളുടെയൊക്കെ ഒരു ഗാനമുണ്ടല്ലോ, മാതാപിതാക്കളെ മാപ്പിന് മുൻപോട്ട് തന്നിഷ്ടക്കൂത്ത്, കാലം മറന്നൊരു പോക്ക് മതിയാക്കോ, ഗുണപാഠങ്ങൾ എന്നാട് തന്നവകാശം, വഴിതെറ്റാനുമുണ്ടല്ലോ അവകാശം എന്നുള്ള ഗാനങ്ങളൊക്കെ പാടി ഈ തലമുറകൾ വല്ലാത്ത നിലവാരങ്ങളിൽ മുൻപോട്ട് പ്രവേശിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളം ചെന്നെത്തി എന്നതാണ് യാഥാർത്ഥ്യമായ ഒരു സത്യം. മാതാവിന്റെ ഇടുപ്പിൽ കത്തികയറ്റുവാൻ മടിയില്ലാത്ത മകനും സ്വന്തം സഹോദരനെ പച്ചയ്ക്ക് കൊളുത്തുവാൻ മടിയില്ലാത്ത തലമുറകൾ വാഴുന്ന ഒരു കാലഘട്ടമാണ് തികച്ചും നമ്മൾ അഭിമുഖീകരിച്ചു നിൽക്കുന്നത്. വളരെ ഭയാനകം കൊണ്ട് നിറയപ്പെട്ടതാകുന്ന ഒരു കാലഘട്ടങ്ങൾ. തത്വചിന്തകന്മാർ ഇതിനെ മാറ്റിമറിക്കുവാൻ എഴുന്നേറ്റു, പണ്ഡിതന്മാർ ഈ നാളുകളിൽ എഴുന്നേറ്റു, ചരിത്ര പുരുഷന്മാർ എഴുന്നേറ്റു, കവിവരന്മാർ അവരെ കുറിച്ചുള്ള ആശയങ്ങൾ എഴുതി. മനുഷ്യനെ മാറ്റുവാൻ കഴിഞ്ഞില്ല. ഈ ഇരുട്ടതാകുന്ന രാഷ്ട്രീയ, സാമൂഹിക ബോധവൽക്കരണ സന്ദേശങ്ങൾ വിദ്യാലയങ്ങൾ തോരം നടന്ന് മനുഷ്യനെ മാറ്റുവാനുള്ള ലഹരി ഉപദേശമായ പരമായുള്ള തെരുവ് നാടകങ്ങൾ തുടങ്ങിയ പ്രവർത്തികൾ നടത്തിയിട്ടും മനുഷ്യനെ മാറ്റുവാൻ കഴിഞ്ഞില്ല. അവയൊക്കെ നാൾ മനുഷ്യന്റെ മുൻപാകെ പരാജയപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ കാറ്റൂരിന്റെ പെരുമാറിലുള്ള ദേശനിവാസികളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എല്ലാ മാനവജനത്തിന്റെയും മുൻപിൽ ഒരു ചോദ്യം പോലെ നിൽക്കുന്ന വിഷയമാണ്, എവിടെയുണ്ട് മനുഷ്യനോ? ഈ നേരിടുന്ന വിഷയങ്ങൾക്കൊരു പരിഹാരം എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് മനുഷ്യന് മുൻപിൽ ഈ കാലയളവിൽ നിൽക്കുന്നത്. മനുഷ്യനെ ആർക്കും മാറ്റുവാൻ കഴിയുന്നില്ല. എവിടെയുണ്ട് മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്നത്? ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ സുവിശേഷം കൊണ്ട് മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഈരിട്ട പ്രഭാഷണങ്ങൾ നടത്തിയാൽ മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിലും ഇന്ന് ആവേശത്തോടു കൂടി ദേശത്തോട് വിളിച്ചു പറയട്ടെ, ഇത് മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ്. ഇത് മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ്. ഇന്നലകളിൽ മനുഷ്യരെ മാറ്റിയ, ഇന്നും മനുഷ്യരെ മാറ്റിക്കൊണ്ടിരിക്കുന്ന, നാളെയും മനുഷ്യന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു അനുഗ്രഹീതമായ സന്ദേശമാണ് ശ്രീ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്നുള്ളത്. ഈ സന്ദേശങ്ങൾ ഇതിന്റെ പുസ്തകത്തിന്റെ താളുകളിൽ കൂടി ഞങ്ങൾക്ക് ലഭിച്ചതല്ല. ഈരിറ്റ കഴിവുള്ള പ്രഭാഷകന്മാരുടെ സന്ദേശത്തിൽ നിന്നും കടമെടുത്തു പറയുന്ന ഒരു വാക്കല്ല, മറിച്ച് ജീവിത അനുഭവങ്ങൾ കൊണ്ട് ഈ ദേശത്തോട് വിളിച്ചു പറയുന്നതിൽ ഈ സന്ദേശം ഏറെ കരുത്തേറിയതാണ്. ഈ സന്ദേശം ജീവിതത്തിൽ വളരെ ഊറ്റം പറയുന്നതാണ്. അതുകൊണ്ട് ദേശനിവാസികളെ, മാനവജനത്തെ മാറ്റുവാൻ കഴിയുന്ന, ലോകത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന, മാനവജനത്തിന്റെ ചോദ്യത്തിന് ഉത്തരം തരുവാൻ കഴിയുന്ന, നിങ്ങളുടെ അന്വേഷണങ്ങൾ കണ്ടെത്തുവാൻ കഴിയുന്ന, നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ സന്ദേശമെന്ന് മാത്രമാണ്. യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തുവിന്റെ സന്ദേശത്തെ കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ നിങ്ങളുമായി നൽകി ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ ഉപസംഹാരം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് യേശുക്രിസ്തു എന്ന് ചോദിച്ചാൽ ഇതിന് ഒത്തിരി അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അക്കമിട്ട് എന്നോട് പറയുവാനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യ സത്യമാണ്. ആരാണ് യേശുക്രിസ്തു എന്ന് ചോദിച്ചാൽ ചിലർ പറയും യേശുക്രിസ്തു ഒരു പ്രവാചകനാണ്, മറ്റു ചിലർ പറയും യേശുക്രിസ്തു ഒരു നവോത്ഥാന നായകനാണ്, മറ്റു ചിലരുടെ അഭിപ്രായം യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു ചരിത്ര പുരുഷനാണെന്ന് ക്രിസ്തുവിനെ പറ്റി അഭിപ്രായപ്പെടുന്നവർ ഈ കാലയളവിലുണ്ട്. നോക്കിയേ, ഒത്തിരി ചരിത്ര പുരുഷന്മാരുടെ ആശയങ്ങൾ കടമെടുത്തു പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പറ്റി അവർ പറഞ്ഞ ഒരുപാട് വാചകങ്ങൾ ഈ കാലയളവിൽ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ത്യയുടെ കാവൽ മാലാഖ എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയോട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ആദരവോടെ ബാബുജി എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിയോട് ചോദിച്ചു, യേശുക്രിസ്തു ആരാണ്? മഹാത്മാഗാന്ധി ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത് യേശുക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനാണ് എന്ന് അദ്ദേഹം പറയുവാനിടയായി തീർന്നു. രാജാറാം മോഹൻ റായിയോട് ചോദിച്ചു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തു എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ ആ പുണ്യനാഥന്റെ പാദം കഴുകിയ വെള്ളം കുടിക്കുമായിരുന്നു. സ്വാമി വിവേകാനന്ദ
സഹോദരനന്ദൻ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെടുവാനിടയായി, യേശുക്രിസ്തു എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ചങ്കിലെ ചോര പിടിഞ്ഞെടുത്ത് ആ യേശുനാഥന്റെ പാദം കഴുകുമായിരുന്നു. ഇങ്ങനെയുള്ളതാകുന്ന അനുഗ്രഹമേറിയ വാക്കുകൾ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞ ഒത്തിരി സംഭവങ്ങൾ ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും ഒരു വെള്ളിവിളക്ക് പോലെ ശോഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊരു അഭിപ്രായങ്ങൾ യേശുക്രിസ്തുവിനെ പറ്റി ഒത്തിരി ഒന്നൊന്നായി വിശദീകരിച്ച് പറയുവാനുണ്ട്. ഈ നാളുകളിൽ ഈ നാട്ടുകാർ വിശ്വസിക്കുന്ന, ഈ ലോകത്തിലെ ചരിത്രം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന, ഈ ഭൂമിയിലെ യേശുക്രിസ്തുവിന്റെ പിതാവെന്നറിയപ്പെടുന്ന യോസഫിനോട് മറ്റാരുമല്ല, സ്വർഗത്തിൽ നിന്നും ദൂതൻ അവതരിച്ച് യോസഫിനോട് പറയുവാനിടയായി തീർന്നു, തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവനായതുകൊണ്ട് നീ അവനെ യേശുവെന്ന് പേർ വിളിക്കണം. ഇങ്ങനെ യേശുക്രിസ്തുവിനെ പറ്റി ഈ ലോകത്തുള്ള ചരിത്ര പുരുഷന്മാര് മാത്രമല്ല, സ്വർഗത്തിൽ നിന്നും ദൈവദൂതന്മാർ പോലും ക്രിസ്തുവിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഈ കാലങ്ങളിൽ തെളിയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ഒരഭിപ്രായം കൂടി നിങ്ങളോട് പറഞ്ഞ ക്രിസ്തുവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയ ചില വിശദീകരണം നിങ്ങളുമായി കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. മാർട്ടിൻ ലൂതർ എന്ന വ്യക്തി ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഞാൻ ഒരുപാട് ആശയങ്ങൾ ലോകത്തോട് പങ്കുവച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ അതെല്ലാം ഈ നാളുകളിൽ ഞാൻ മറക്കുകയാണ്. പക്ഷേ ഒന്ന് മാത്രം എനിക്ക് മറക്കുവാൻ കഴിയുന്നില്ല, ഈ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ പാപി ഞാനും എന്റെ പാപത്തിന് പരിഹാരമായി തീർന്ന രക്ഷകൻ യേശുക്രിസ്തുവാണെന്നുള്ള ഒരു അനുഗ്രഹീയ സത്യം ഈ ലോകത്തോട് മാർട്ടിൻ ലൂതർ എന്ന വ്യക്തി പങ്കുവെക്കുവാനിടയായി തീർന്നു. ഇങ്ങനെയുള്ള അഭിപ്രായന്മാരുടെ, സത്യചന്തകന്മാരുടെ, ചരിത്ര പുരുഷന്മാരുടെ വാക്കുകളെ കടമെടുത്തു കഴിഞ്ഞാൽ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ പറഞ്ഞ വാചകങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞതൊന്നും തെറ്റാണെന്നും ഇതൊന്നും നിങ്ങൾക്കെതിരെ ഒരു വിമർശിപ്പാൻ വേണ്ടിയല്ല ഇന്ന് പകലും ഞങ്ങൾ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. യേശുക്രിസ്തു ആരാണെന്ന് നിങ്ങളുമായി ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റെങ്ങും പോകണ്ട, യേശുക്രിസ്തു ആരാണെന്നറിയുവാൻ ഇതിലെ പുസ്തകങ്ങൾ വായിക്കണ്ട. നവോത്ഥാന നായകന്മാരുടെ ചരിത്ര താളുകളിൽ അവർ അവതരിപ്പിച്ച അവരുടെ ഉദ്ദേശങ്ങൾ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ക്രിസ്തു ആരാണെന്ന് ക്രിസ്തു തന്നെ ഈ ലോകത്തോട് വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. യേശുക്രിസ്തു ഇങ്ങനെ പറയുവാനിടയായി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ക്രിസ്തു പറഞ്ഞ ആ അഭിപ്രായം താൻ തന്നെ പരിചയപ്പെടുത്തി ഈ ലോകത്തോട് ക്രിസ്തു വിവരിച്ച ആ വാക്കുകളേറെ ശ്രദ്ധേയമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പിന്നീട് യേശുക്രിസ്തു തിരുവായി വഴിഞ്ഞ് ഈ ലോകത്തോട് പറയുവാനിടയായി തീർന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പിന്നീട് താൻ അവിടെ നിരളി ചെയ്യുവാനിടയായി തീർന്നു, ഞാൻ തന്റെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള സത്യം യേശുക്രിസ്തു ഈ ലോകത്തോട് പറയുവാനിടയായി തീർന്നു. ഒത്തിരി അഭിപ്രായങ്ങൾ, ഒത്തിരിയേറെ കാര്യങ്ങൾ യേശുക്രിസ്തു ഈ ലോകത്തോട് വിവരിച്ചത് നമുക്ക് വേദപുസ്തകത്തിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ഒന്നൊന്നായി വിശദീകരിക്കുമ്പോഴും അതൊക്കെ ഒന്നൊന്നായി പഠിക്കുമ്പോഴും ഇതിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തു ഒരു കേവലം പ്രവാചകൻ മാത്രമല്ല, യേശുക്രിസ്തു ഒരു കേവലം ന്യായാധിപതി മാത്രമല്ല, യേശുക്രിസ്തു ഒരു കേവലം സമ്പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല, യേശുക്രിസ്തു അതിനപ്പുറവും നിത്യമായ ഒരു ദൈവമാണ്, നിത്യമായ ഒരു രക്ഷകനാണ്, നിത്യമായ ഒരു സൗഖ്യദായകനാണെന്ന് അതിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ വാക്കുകളെ ഒന്നൊന്നായി പരിശോധിക്കുമ്പോൾ അതിൽ കൂടി എനിക്ക് മനസ്സിലായ കാര്യം, ക്രിസ്തു പറഞ്ഞ വാക്കിനൊപ്പം പറയുവാൻ ഈ നാളുകളിൽ ഒരു ചരിത്ര പുരുഷന്മാർക്കും കഴിഞ്ഞില്ല. ക്രിസ്തു പറഞ്ഞ വാക്കിനൊപ്പം പറയുവാൻ ഈ നാളുകളിൽ വന്ന ഒരു ഗുരുക്കന്മാർക്കും കഴിഞ്ഞില്ല. അവരോടൊപ്പം പറയുവാൻ ആരുമില്ലാത്തത് കൊണ്ട് യേശുക്രിസ്തു മാത്രമാണ് മനുഷ്യരെ മാറ്റുവാൻ കഴിയുന്ന, യേശുക്രിസ്തു മാത്രമാണ് ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമെന്ന് ക്രിസ്തുവിന്റെ വാക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുവാൻ കഴിയുമെന്നതൊരു യാഥാർത്ഥ്യ സത്യമാണ്. യേശുക്രിസ്തു ലോകത്തോട് പറഞ്ഞൊരു അനുഗ്രഹീതമായ വേദവാക്യം ഇപ്രകാരമുണ്ട്. യേശുക്രിസ്തു ലോകത്തെ നോക്കിക്കൊണ്ട് താൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഓക്കെ, എത്ര അർത്ഥവത്തായ ഒരു ഭാഗമാണ് ഈ നാളുകളിലേക്ക് അവതരിച്ച ഒരു ഗുരുക്കന്മാർക്കോ ഒരു ചരിത്ര പുരുഷന്മാർക്കോ ഈ ലോകത്തിലേക്ക് വന്ന ഒരു വ്യക്തികൾക്കോ യേശു പറഞ്ഞതിനോടൊപ്പം പറയുവാൻ കഴിഞ്ഞില്ല. ക്രിസ്തു പറയുവാനിടയായി തീർന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഈ നാളുകളിൽ ഈ ലോകം അഭിമുഖീകരിക്കുന്നത്, മനുഷ്യൻ അഭിമുഖീകരിക്കുന്നത് സമാധാനമില്ലായ്മ എന്നുള്ള ഒരു വിഷയമാണ്. സമാധാനം മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ നിന്നും ഓരോ ദിനവും പാടെ ഒലിച്ചു പോകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നാം വന്നെത്തി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ തിരയുകയാണ്, സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ അലയുകയാണ്. താൻ ആശ്രയിച്ച ഇടങ്ങളൊന്നും
മനുഷ്യനൊരു സമാധാനം കൊടുക്കുന്നില്ല. അവർ ചെന്നെത്തിയ മേഖലകൾ മനുഷ്യന് സമാധാനം കൊടുക്കുന്നില്ല. മനുഷ്യൻ നിരാശകനായി തീരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ ജീവിതത്തിൽ അല്പം സമാധാനം നേടുവാൻ, ജീവിതത്തിൽ അല്പം സന്തോഷം പ്രാപിക്കുവാൻ വേണ്ടി മദ്യത്തെ, മയക്കുമരുന്നിനെ, ലഹരി വസ്തുക്കളെ ആശ്രയിക്കുന്നവരുണ്ട്. അതവർക്ക് സമാധാനം നൽകുന്നില്ല. മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഈ ലഹരി വസ്തു സമാധാനം കൊടുക്കാതെ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന നിലകളിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ കഴിയാതെ വീണ്ടും അവനെ പരാജയപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ നാളുകളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്നത് വിഷയമാണ്. പക്ഷേ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. പ്രിയമുള്ളവരെ, ദൈവമായിരിക്കുന്നവൻ ഈ ലോകത്തിലേക്ക് അവതരിച്ചതിന്റെ ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ സമാധാനമില്ലാതെ പാപത്തിൻ്റെതാകുന്ന വഴികളിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് അവർക്ക് ബോധിച്ചതുപോലെ ഈ നാളുകളിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. സൃഷ്ടിയുടെ മണികൂടമാകുന്ന മനുഷ്യൻ പാപത്തിൽ ആണ്ടുപോയപ്പോൾ മനുഷ്യരെ മാറ്റിയെടുത്ത ജീവിതത്തിൽ നന്മയുടെ വഴികളെ തെളിയിച്ചു കൊടുക്കുവാൻ ഒരു തത്വചിന്തകന്മാരുടെയും അഭിപ്രായങ്ങൾക്ക് കഴിഞ്ഞില്ല, ഒരു ചരിത്ര പുരുഷന്മാരുടെയും വാക്കുകൾക്ക് കഴിഞ്ഞില്ല, ഈരുറ്റ പ്രഭാഷണങ്ങൾക്ക് കഴിയാതെ വന്നപ്പോൾ അവയൊക്കെ ഈ നാളുകളിൽ പരാജയപ്പെട്ട സത്യങ്ങൾ ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഈ സൃഷ്ടിയുടെ മണികുടമാകുന്ന മനുഷ്യനെ പാപത്തിലേക്ക് ആണ്ടുപോയപ്പോൾ മനുഷ്യനെ വിടുവിക്കുവാൻ വേണ്ടി യേശുനാഥൻ മഹത്വം വെടിഞ്ഞ് മാനവതാരം സ്വീകരിച്ച് മറിയപ്പെണ്ണിന്റെ ഉദരം കടമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് മാനവരാക്ഷിക്ക് വേണ്ടി തന്റെ അവസാനത്തുള്ള രക്തത്തെയും ഊറ്റിത്തന്ന് തന്റെ പാപത്തിന് നീക്കം വരുത്തിയിട്ട് ക്രിസ്തു ഇങ്ങനെ പറയുവാനിടയായി, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഈ നാളുകളിൽ അലയുന്നത് പാപത്തിൽ നിന്നും ഒരു വിമോചനത്തിന് വേണ്ടിയല്ലേ? ഈ നാളുകളിൽ ആശ്രയിക്കുന്നത് ജീവിതത്തിൽ രക്ഷ പ്രാപിപ്പാൻ വേണ്ടിയല്ലേ? എല്ലാം പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ, എല്ലാ മനുഷ്യനെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന വഴികൾ മനുഷ്യനെ കാണിച്ചു കൊടുക്കാതെ വരുമ്പോൾ, ലാസ്റ്റ് മാനവജനം ആഗ്രഹിക്കുന്നത് അവരുടെ പ്രാണനെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തുനിയുന്നവർ ഈ നാളുകളിലുമുണ്ട്. ജീവിതത്തിൽ സമാധാനമില്ലാതെ വരുമ്പോൾ, കുടുംബജീവിതം സന്തോഷമില്ലാതെ വരുമ്പോൾ, അവർ നേരിട്ട വഴികളെല്ലാം പരാജയപ്പെടുമ്പോൾ അവസാനം മനുഷ്യന്റെ മുൻപിൽ വെളിപ്പെടുന്നത് എന്റെ ജീവനെ ലോകത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യ സത്യമുണ്ട്. താങ്കളുടെ ജീവനൊരു വിലയുണ്ട്. താങ്കളെ ഈ ലോകത്തിലേക്ക് ദൈവം സൃഷ്ടിച്ചതിന്, ദൈവത്തിന് മനുഷ്യനെ കുറിച്ചൊരു വളരെ ഏറെ ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ സത്യം താങ്കൾ മറന്നു പോകുവാനിടയായി തീരരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു തിരുവെഴുത്ത് ഇങ്ങനെ കാണുവാൻ കഴിയും. അനന്തരം നാം നമ്മുടെ സാദൃശ്യപ്രകാരം, നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുക. ദൈവത്തിന്റെ സാദൃശ്യത്തോടും ദൈവത്തിന്റെ സ്വരൂപത്തോടും സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണ് മാനവജനം എന്നുള്ളത്. ഈ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട്. ഈ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ദൈവ വഴിയിലേക്ക് വരുവാൻ കഴിയാതെ മനുഷ്യൻ ഈ നാളുകളിൽ പാപം ചെയ്ത് അധർമ്മ പ്രവർത്തികളിൽ ഏർപ്പെട്ട് മനുഷ്യൻ പോകുമ്പോൾ അവസാനം മനുഷ്യൻ ജന്നത്തിൽ നിൽക്കുന്നത് വളരെ പരാജയത്തിലാണ്. സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം. മദ്യപിക്കുന്നത് കൊണ്ട് മക്കൾ മാതാവിനെ, പിതാവിനെ സ്നേഹിക്കുന്നില്ല. മദ്യപിക്കുന്നതുകൊണ്ട് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല. തലമുറകളെ സ്നേഹിക്കുന്നില്ല. അന്യമുള്ള സ്നേഹങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവസാനം മനുഷ്യൻ നിരാശയറ്റവനായി തന്റെ ജീവന ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ എന്റെ ശബ്ദപരിമിതിക്കുള്ളിൽ ഈ ദേശത്തിന്റെ പെരുമാറിൽ അങ്ങനെ വിചാരിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മഹത്വം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് അവതരിച്ച് നിങ്ങൾക്ക് വേണ്ടി തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ച ഒരു യേശുവുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ സത്യം താങ്കൾ മറന്നുപോകുവാനിടയായി തീരരുത്. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച് അവന്റെ മഹാസ്നേഹം, ആ മഹാസ്നേഹത്തിന് ഒരു വിധത്തിൽ പോലും അളവ് പറയാൻ കഴിയത്തില്ല. ആ സ്നേഹത്തിന് ഇതുവരെയും പരിധിയിടുവാൻ കഴിഞ്ഞിട്ടില്ല. ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെയും തേടി വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ശബ്ദവാഹിനിയുടെ പരിമിതിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സമാധാനമില്ലാതെ, ജീവിതത്തിൽ സന്തോഷമില്ലാതെ, ജീവിതത്തിൽ ഭാരപ്പെട്ടവരായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമ വസ്തുക്കളായിക്കൊണ്ട് ഈ നാളുകളിൽ ജീവനൊരു വിലയുമില്ലാതെ, ദേശത്തും കുടുംബത്തിനും നന്മ ചെയ്യുവാൻ കഴിയാതെ മുൻപോട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിമിതിയിൽ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ദേശത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി തകരപ്പെട്ട ഒരു യേശുവുണ്ട്. നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ നന്മ തരുവാൻ, സമാധാനത്തിന്റെ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ, നന്മയുടെ വഴിയെ നിങ്ങൾക്ക് തെളിയിച്ചു തരുവാൻ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന ഒരു യേശുവുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ സത്യം നിങ്ങൾ മറന്നു പോകുവാനിടയായി തീരരുത്. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട്, രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കുവാനിടയായി തീരും. ഒന്നും കൂടി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പനെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട
വാക്കുകൾ വേദപുസ്തകത്തിൽ കൂടി കാണുവാൻ കഴിയും. രക്ഷയില്ലാതെ, സമാധാനമില്ലാതെ, ജീവിതത്തിൽ നിരാശപ്പെട്ടവരായി മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ തുടങ്ങിയ മേഖലയിൽ ആശ്രയിച്ച് പരാജയപ്പെട്ട നിങ്ങളോട് ഇന്ന് ശബ്ദപരിമിതിയിൽ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം തരുവാൻ മതിയായ ദൈവമാണ്. രോഗത്തിലാകട്ടെ, ഭാരത്തിലാകട്ടെ, ഏതുവിധ വിഷയങ്ങളായിക്കോട്ടെ, നിങ്ങൾ അന്വേഷിക്കുന്നത് യേശുക്രിസ്തുവിൽ കണ്ടെത്തുവാൻ കഴിയും. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം യേശുക്രിസ്തുവിലുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം യേശുക്രിസ്തുവിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ ആ വേഷത്തോടെ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ ശ്രീ യേശുക്രിസ്തുവിന്റെ ആദരണീയമായ അനുഗ്രഹീതമായ സുവിശേഷമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ഈ ദേശനിവാസികളോട് വിളിച്ചു പറയുന്നത് ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടാണ്. ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയ, ഞങ്ങളുടെ ജീവിതത്തിന് സമാധാനം നൽകിയ, ജീവിതത്തിന് രക്ഷയുടെ വഴിയെ ചൂണ്ടിക്കാണിച്ച, ഞങ്ങളുടെ ജീവിതത്തിന് നന്മയുടെ വഴിയിലേക്ക് തിരിച്ച ശ്രീ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നിങ്ങളെയും മാറ്റുവാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യ സത്യം ഈ ദേശത്തോട് വിളിച്ചറിയിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഏത് വിഷയത്തിൽ കൂടി കടന്നുപോയാലും അതിന് പരിഹാരകൻ യേശുക്രിസ്തുവാണ്. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, വിശുദ്ധ വേദപുസ്തകത്തിൽ അന്വേഷിക്കൂ, ചരിത്രത്തിന്റെ താളുകൾ പഠിക്കൂ, ഇതിലെ പ്രഭാഷകന്മാരുടെ പ്രഭാഷണത്തിന്റെ ആശയങ്ങൾ നിങ്ങൾ പിന്തുടരൂ. നിങ്ങളുടെ വിഷയങ്ങൾക്ക് അവസാനം ഉത്തരം ലഭിക്കുന്നത് ശ്രീ യേശുക്രിസ്തുവിലായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യ സത്യം ഒരു പ്രാവശ്യം കൂടി ദേശത്തോട് വിളിച്ചു പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ ഉപസംഹാരം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എവിടെയൊക്കെ മനുഷ്യൻ അലഞ്ഞാലും മനുഷ്യന് രക്ഷ നേടുവാൻ കഴിയത്തില്ല. ഏതൊക്കെ വഴികൾ സ്വീകരിച്ചാലും മനുഷ്യന് രക്ഷ നേടുവാൻ കഴിയത്തില്ല. മനുഷ്യന് രക്ഷ പ്രാപിക്കണമെങ്കിൽ, ജീവിതത്തിൽ സമാധാനം ലഭിക്കണമെങ്കിൽ, സന്തോഷം പ്രാപിക്കണമെങ്കിൽ ശ്രീ യേശുക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഒരു പ്രാവശ്യം കൂടി അരക്കെട്ടിട്ട് ഉറപ്പിച്ച് ഈ ദേശത്തോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് കൂടെ ഉപസംഹാരം കുറിക്കുകയാണ്. ധനികേറിയ ദൈവം ഈ ദേശത്തെ അവിടെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് സമയം അനുവദിച്ചു എന്ന പ്രിയ കാൽവറി ഫെയ്ത്ത് ഗോസ്പൽ ടീമിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ഏവരെയും ധാരാളമായിട്ട് അവിടെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ദേശത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ പര്യവസാനിപ്പിക്കാം. നിത്യന് നീതിമാനമായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രദേശത്ത് കടന്നു വന്ന് അങ്ങയുടെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ച അങ്ങയുടെ ദയക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇവിടെ അറിയിച്ചതായ അങ്ങയുടെ വചനങ്ങൾ കർത്താവേ ആർക്കും ശിക്ഷാവിധിക്ക് കാരണമാകാതെ അവരുടെ രക്ഷയ്ക്കായി ഉതകുവാൻ തക്കവണ്ണം അങ്ങനെയാക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശ്രമിച്ചതായ എല്ലാ അങ്ങയുടെ മക്കൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും അങ്ങ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗത്താലും ഭാരത്താലും ആയിരിക്കുന്നവർക്ക് അങ്ങ് വിടുതൽ നൽകുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇത്തരത്തോളം അങ്ങ് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.